ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചേർന്ന് സാധന ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അയർലൻഡിൽ നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ വൈഫ് ഈ ദിവസങ്ങളിൽ ക്യാരി ചെയ്യുകയാണ്, പ്രഗ്നൻ്റ് ആണ്. കഥാവ് അത്ഭുതകരമായി ആ കുഞ്ഞിനെയും സഹോദരിയെയും സൂക്ഷിക്കേണ്ടതിനായിട്ടും അതേപോലെ തന്നെ തൻ്റെ 4ാമത്തെ കുഞ്ഞിനെയാണ് ഇപ്പോൾ വൈഫ് ക്യാരി ചെയ്യുന്നത്. 3 മക്കളും അയർലൻഡിലായിരിക്കുന്നു. അവരെ അദേശത്തിൽ മാനിക്കേണ്ടതിനായിട്ട്, അവരുടെ ജീവിതത്തിനകത്ത് വലിയ ഉയർച്ചയും സന്തോഷവും സമാധാനവും നൽകേണ്ടതിനായിട്ട് ഈ 2026 തന്നെ ഇവർക്ക് സ്വന്തമായൊരു ഭവനത്തിൻ്റെ വഴി ദൈവം തുറക്കണം. ആ ദേശത്തിൽ വലിയ വാതിലുകൾ ദൈവം ഇവർക്ക് വേണ്ടി തുറക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. അവരെല്ലാ നിലയിലും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്ന് കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ പ്രിയ ബ്രദറിനെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആണല്ലോ കർത്താവേ, എല്ലാ നിലയിലും ആരോഗ്യം ബലവും കൊടുക്കണമേ അപ്പ. അത്ഭുതകരമായ വിടുതൽ നയിക്കണമേ അപ്പ. യേശുവേ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതേ നിലയിൽ തന്നെ തൻ്റെ 3 മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ദൈവം സഹായിക്കണമേ, ദൈവം കരുതണമേ അപ്പ, ദൈവം കാക്കണമേ അപ്പ. യേശുവിൻ്റെ തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരെ ആദേശത്തിൽ മാനിക്കണം, ഇവർക്കുള്ള വഴികളങ്ങ് തുറക്കണം, ഇവർക്ക് സ്വന്തമായൊരു ഭവനം ഒരുക്കണം അപ്പ. ഇവരുടെ സാമ്പത്തിക സ്ഥിതിക്കകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. യേശുവെ, പൂർണ്ണമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ ഈ കുടുംബത്തിൽ തുറന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്നതായ തമ്പുരാൻ്റെ തിരുവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എന്നെ കേൾക്കുന്നതിൽ ഈ വചനത്തിൻ്റെ ആഴം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. ഇന്ന് ഈ വചനത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തല മുതൽ പാദം വരെയും സൗഖ്യമാക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഇതാ നിങ്ങളുടെ മേളിലേക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് സ്വയമേ കയറാൻ കഴിയാത്ത കുഴിയിൽ നിന്ന് ഈ വചനം എന്നെയും നിങ്ങളെ കരകയറ്റാൻ പോവുകയാണ്. അതെങ്ങനെ കരകയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. നിന്റെ കുഴിയിൽ നിന്ന് കരകയറാൻ പോവുകയാണ്. ആത്മാവിൽ ഇത് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കും. പഴയ നിയമത്തിൽ ഭക്തനായ യോസെഫ് ദൈവത്തിന് വേണ്ടി നിന്ന ദൈവിക സ്വപ്നത്തെ, ദൈവിക ദർശനത്തെ തൻ്റെ സഹോദരന്മാരോടും തൻ്റെ പിതാവിനോടും പങ്കുവെച്ചപ്പോൾ തൻ്റെ സഹോദരന്മാർ തന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ടതായി കാണുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പഴയ നിയമത്തിൽ യോസെഫ് എന്ന ഭക്തൻ തൻ്റെ ജീവിതത്തിനകത്ത് അനേകം മതിലുകളുണ്ട് എന്നുള്ളത് താൻ മനസ്സിലാക്കിയവനാണ്. പൊട്ടക്കിണറ്റിൽ നിന്ന് ഒരിക്കലും കയറാൻ പറ്റാത്തൊരു വലിയ മതിലാണ്. എന്നാൽ താൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവിടുന്ന് താൻ കരകയറിയതായി കാണുന്നു. അവിടെ നിന്ന് ഇതാ പൊത്തീഫറിൻ്റെ വീട്ടിൽ വന്നു. പൊത്തീഫറിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ നിമിത്തം ഇനി ഒരിക്കലും ആ മതിൽ കയറാൻ കഴിയത്തില്ലെന്ന് കരുതിയാണ്. പക്ഷേ എൻ്റെ ദൈവം അവിടുന്ന് കരകയറ്റി. ഇതാ കാരാഗ്രഹത്തിൽ വരികയാണ്. ആ കാരാഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും തനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ലെന്ന് കരുതിയതുപോലെ നിൽക്കുമ്പോൾ മതിലുണ്ട്. ആ മതിലിൽ നിന്ന് ദൈവം തൻ്റെ ദർശനപ്രകാരം തന്നെ പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവം നിങ്ങളെ വിളിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് കാണുന്ന കഷ്ടങ്ങൾ സാരമില്ലെന്ന് നിങ്ങൾ എണ്ണണം. കാരണം എൻ്റെയും നിങ്ങളുടെയും വിളി മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ദൈവവചനത്തിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ
മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത് ജീവനുണ്ട്. എബ്രായ ലേഖനം 4-12 വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. എന്നെ കേൾക്കുന്നവരെ, എക്സ്റേ രശ്മികൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്ത് ഇതാ ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്നതിനെ സൗഖ്യമാക്കിയും ഇതിനെ വിടുവിക്കുകയും ചെയ്യാൻ പോകുകയാണ്. ഇതാ ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:9 പറയുന്നു, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവനിൽ ജീവനുണ്ടെന്ന്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനം നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ ആ വെളിച്ചം നിങ്ങളിൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം നിലകളിൽ നിങ്ങളുടെ നന്മകളെ ശത്രു അവകാശം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വചനം ബന്ധനം അഴിക്കുന്നതാണ്. ദൈവവചനത്തിന് ബന്ധനമില്ലെന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു. അതേ നിലയിൽ തന്നെ 147 സങ്കീർത്തനം 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്നവൻ്റെ വചനം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തെ എവിടെ നിന്നാണോ നിങ്ങൾ റിസീവ് ചെയ്യുന്നത് അവിടെ ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ യാത്ര ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് ഇതാ ദൈവവചനം ചെന്ന് നിങ്ങൾക്ക് വേണ്ടി വഴിയും വാതിലും തുറന്നു തരികയാണ്. ദൈവശബ്ദത്തിന് ശൂന്യതകളെ മാറ്റാൻ കഴിയും. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറിയ മീനെ പോലും കിട്ടാത്ത പത്രോസിന്റെ പടകിൽ കടലിന്റെ ആഴിത്തട്ടിൽ നിൽക്കുന്ന മീനുകളെ ഒരുമിച്ച് കൂട്ടിവരുത്തുവാനും പത്രോസിന്റെ പടകിനെ നിറയ്ക്കുവാനും ദൈവശബ്ദത്തിന് കഴിയുമെങ്കിൽ ഇതാ കാനാവിലെ കല്യാണ വീട് എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പച്ചവെള്ളത്തിൽ വീഞ്ഞിനെ ഉളവാക്കാൻ ദൈവശബ്ദത്തിന് കഴിയുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ 4 ദിവസം മാറ്റം വെച്ച് ഇനി മറുപടിയില്ലെന്ന് പറയുന്ന ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ ലാസർ ഇതാ പൂർണ്ണമായി പുതിയതായി പുറത്തു വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരസാധാരണ കൈമാറ്റം, ഒരു അസാധാരണ വിടുതൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. ഞാൻ ഈ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവവചനത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നവരാണെങ്കിൽ, ദൈവവചനത്തിനകത്ത് നിങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. ഈ വചനത്തിന് നമ്മെ സ്വതന്ത്രമാക്കാൻ കഴിയും, നമ്മുടെ വഴികളെ തുറക്കാൻ കഴിയും. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, ഈ വചനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കുന്നത്? നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 2 അധ്യായം അതിൻ്റെ 13 വാക്യം നിങ്ങൾ വ്യക്തമായി അറിയണം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ മനുഷ്യന്റെ വചനമായിട്ടല്ല സ്വീകരിച്ചത്, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുകയും വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവവചനത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു മനുഷ്യൻ പറയുന്നത് പോലെ അല്ല, വാസ്തവമായും ദൈവം എന്നോട് സംസാരിക്കുന്നു. യെശയ്യാവ് 55-11 വാക്യം പറയുന്നു, പിതാവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിൻ്റെ കാര്യം സാധിപ്പിച്ച് അതിൻ്റെ ഇഷ്ടം നിവർത്തിച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇത് ദൈവവചനമായി ഏറ്റെടുക്കുമെങ്കിൽ ഇത് നിങ്ങളിൽ വ്യാപരിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, എവിടെയാണോ നിങ്ങൾ ഭാരപ്പെട്ട് നിൽക്കുന്നത്, എവിടെയാണോ നിങ്ങൾ മനസ്സ് തകർന്ന് നിൽക്കുന്നത്, ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇതാ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെയൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതകരമായ എഴുന്നേൽപ്പാകാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വസിക്കണം കേട്ടോ. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവന് ഏറ്റവും വലിയ ഭാരമെന്ന് പറയുന്നത് തന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ളതാണ്. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ അടുക്കൽ വരും. നിന്റെ പ്രാർത്ഥനയേക്കാൾ എന്ന് പറഞ്ഞാൽ നീ ചോദിച്ചതിനേക്കാൾ വലിയൊരു മറുപടി മണിക്കൂറുകളിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇതാ കുളക്കടവിൽ കിടക്കുന്നവനോട് യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ തൻ്റെ പ്രാർത്ഥന വിഷയം പറയണം, ആരും എന്നെ സഹായിക്കാനില്ല. എന്നാൽ കർത്താവ് പറയാണ്, ആ കുളത്തിൽ നീ ഇറങ്ങണ്ട, നീ ഇപ്പോൾ കിടക്കെടുത്ത് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ 114 പ്രാവശ്യം 38 വർഷത്തിൽ ചരിത്രം നോക്കിയാൽ ഒരു വർഷം 3 പ്രാവശ്യമാണ് ദൂതന്മാർ ഇറങ്ങി വരുന്നത് കുളം കലക്കുവാനായിട്ട്. ഈ 38 വർഷമായി 114 പ്രാവശ്യം താൻ ഒത്തിരി പാടുകൾ പെട്ടു, ഒത്തിരി സങ്കടപ്പെട്ടു, ഒത്തിരി നിരാശപ്പെട്ടു. പക്ഷേ തനിക്ക് മാത്രം വിടുതലില്ലെന്ന് പറഞ്ഞു. പക്ഷേ
യേശു അടുത്ത് വന്ന് ഇനി നീ ആ കുളത്തിൽ ഇറങ്ങണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. അവനിപ്പോൾ ആ കിടക്ക ചുമന്നുകൊണ്ട് ആ പട്ടണത്തിൽ നടക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആരെയും നോക്കി വിളിച്ചു പറയുന്നു, ഇന്നലകളുടെ കണ്ണുനീര്, ഇന്നലകളുടെ ഭാരം ഇതാ മാറിപ്പോകാൻ പോകുന്നു. അസാധാരണമായ വഴി നിന്റെ ജീവിതത്തിൽ തുറക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത ചിലത് ഈ മണിക്കൂറിൽ തുറന്നു വരാൻ പോകുന്നു. ആത്മാവിലൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കുക. എൻ്റെ കർത്താവ് എന്നോടും ഇങ്ങനെ തന്നെ പറയുന്നു. അറിയാം, അവനെ കാത്തിരുന്ന് ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല, അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആത്മാവിൽ ഈ മിനിറ്റിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒരു അസാധാരണ ദൈവകൃപ നിങ്ങളുടെ മേളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അസാധാരണ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവിക വിടുതൽ അനുഭവിക്കുകയാണ്, ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, മോശയോട് യേശു പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എവിടെയാണോ സ്വസ്ഥതയില്ലെന്ന് പറയുന്നത്, എവിടെയാണോ ജീവിതം മടുത്തെന്ന് പറയുന്നത്, ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ അസ്വസ്ഥതകൾ മാറുകയും ഇതാ വലിയ ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വചന സന്ദേശത്തിൽ നിങ്ങൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് ലോകമെങ്ങും യുദ്ധത്തിന്റെ ധ്വനി നിൽക്കുമ്പോൾ നമ്മൾ ഒത്തിരി പേർ ഭാരപ്പെടുന്നവരാണ്, ഒത്തിരി പേര് ഹല്ലേലൂയ നിരാശപ്പെടുന്നവരാണ്. വഴി അടഞ്ഞു പോകുമോ, ഇനി എന്ത് ചെയ്യും, ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആത്മാവിൽ നോക്കി പറയുകയാണ്, ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ സ്പിരിച്വൽ വാർഫെയർ എന്നും സ്പിരിച്വൽ അറ്റാക്ക് എന്നുള്ള കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ മടുത്തവരാണെങ്കിൽ, പഴയതുപോലെ ഒരു ഉന്മേഷമില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയുകയാണ്, ഇതാ നിങ്ങളുടെ നേരെ ശത്രു സ്പിരിച്വൽ അറ്റാക്കിന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അത് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ മുതൽ അധികമായി ശ്രമിക്കണം ആത്മാവിൽ ഉണരുവാൻ, വിശ്വാസത്തിന്റെ പരിചയം വചനമെന്ന വാളും എടുക്കുവാനായിട്ട്, ശത്രുവിന്റെ അറ്റാക്കുകളെ ജയിക്കുവാൻ തക്കവണ്ണം ഒന്ന് ആത്മാവിൽ ഉണർന്നാട്ടെ. അതേ നിലയിൽ തന്നെ ഹല്ലേലൂയ, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവവചനം ധ്യാനിക്കാൻ പറ്റുന്നില്ല. ആരൊക്കെയോ പറഞ്ഞു ചിരിച്ചതുപോലെ ഞാൻ കേട്ടിട്ടുള്ളത്. ഹല്ലേലൂയ, ഉറക്ക ഗുളിക കഴിച്ചാൽ പോലും ഉറങ്ങാത്ത ചിലവരെ ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയ, എന്നാൽ ബൈബിൾ വായിച്ചാൽ അന്നേരം ഉറങ്ങിപ്പോകും. ഹല്ലേലൂയ, അത് നമ്മൾ ഇപ്പോൾ ചിരിക്കുന്ന ഒരു അനുഭവത്തിൽ കേൾക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ആ മനുഷ്യന്റെ അകത്ത് ഒട്ടും ബലമില്ലാതായി തീരുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ വചനം വായിക്കുന്നവൻ അവൻ്റെ ഉറക്കം കെടുകയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്നും ബലപ്പെടുവാനായിട്ട്, ഹല്ലേലൂയ, ദൈവം നിന്നോട് ഇടപെടാൻ പോകുന്ന മിനിറ്റുകളാണ്. ഹല്ലേലൂയ, ദൈവികമായ ഒരു ഇടപെടൽ നിന്റെ മുന്നിൽ സംഭവിച്ചാൽ നീ അടുത്ത തലത്തിലേക്ക് പോകാൻ പോവുകയാണ്. നിന്റെ മുമ്പിൽ വഴിയടഞ്ഞ അനുഭവം ഉണ്ടാകാം, ചെങ്കടൽ പോലെ ആയിരിക്കാം. പക്ഷേ മോശയെ പോലെ നീ ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഇന്ന് നിനക്ക് മുമ്പിൽ ചെങ്കടൽ രണ്ടാകാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞ 39 ദിവസമായി ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ച ഗോലിയാത്തിന്റെ മുമ്പിൽ ഇതാ ദാവീദ് ഹല്ലേലൂയ ഒരു കല്ലുമായി എടുക്കുകയാണ്. അവൻ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്നുള്ള വചനത്തിന്റെ ശക്തിയാൽ അവൻ തൻ്റെ കയ്യിലെ കല്ലുകൊണ്ട് മല്ലലായ ഗോലിയാത്തിനെ വീഴ്ത്തിയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ ആശ്രയിക്കാമെങ്കിൽ അസാധ്യതകൾ സാധ്യമാകുന്നത് കാണാൻ കഴിയും. ആ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്ന, നമ്മൾ ഭാരപ്പെടുന്ന, അല്ലെങ്കിൽ ശത്രുവിന് ഭയങ്കര കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ ഇന്നത്തെ ഈ വചന ഹെഡിങ്ങിന് നിങ്ങളെ നോക്കി ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് എതിർക്കുക. ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്ന അധികാരത്തിൽ അതിനെ എതിർത്ത് ജയിക്കാൻ തയ്യാറാകുക. ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളൊരു വാക്യം വായിക്കുകയാണ്, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഈ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വ്യക്തമായി സ്വീകരിക്കുക, നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തിനെ മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നെ കേൾക്കുന്നവർ, വിരോധത്തെ നോക്കി ഭാരപ്പെടുമ്പോൾ, പ്രതികൂലത്തെ നോക്കി ഭാരപ്പെടുമ്പോൾ, നിന്റെ വിരോധത്തെ നീ ജയിച്ചു എന്ന് ഈ വചനത്തിനകത്ത് തിരിച്ചറിയണം. നിന്റെ പ്രതികൂലത്തെ നീ ജയിച്ചു, എൻ്റെ കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ അവൻ ജയം തന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൻ്റെ മക്കൾ ഉണരണമെന്ന് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ശത്രുവിന് ജയം കൊടുക്കാതെ വണ്ണം വചനത്തിൻ്റെ ശക്തിയാൽ ദൈവമക്കൾ ഇപ്പോൾ ഉണരുക. അടുത്ത 15-ാമത്തെ വാക്യത്തിലേക്ക്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. എന്നെ കേൾക്കുന്നവരെ, ഈ 2 വാക്യങ്ങൾ വ്യക്തമായി വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾ തിരിച്ചറിയണം, ശത്രുവിന് അധികാരമില്ല, ശത്രുവിന് ആയുധമില്ല, ശത്രുവിന് ജയമില്ല. പിന്നെ ആർക്കാ ജയം?
എനിക്കും നിങ്ങൾക്കുമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ വചനം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവം ജയം പകരുകയാണ്. ഹല്ലേലൂയ. ഈ 3 പദങ്ങൾ നിങ്ങളെ നോക്കി വിളിച്ചു പറയാണ്, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന നിങ്ങളുടെ ശത്രുവിന് ആയുധമില്ലാത്തവനാണ്, അവൻ അധികാരമില്ലാത്തവനാണ്, അവൻ്റെ തലയെ കർത്താവ് ക്രൂശിൽ തകർത്തു. 3, അവന് ജയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ യേശു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് എനിക്ക് ജയമുണ്ട്, ഇന്ന് എവിടെല്ലാം പരാജയപ്പെട്ടു, ഇനി മുമ്പോട്ടൊരു വഴിയില്ലെന്നൊക്കെ പറയുന്നവർ ഇപ്പോൾ തന്നെ ഈ സ്പിരിച്വൽ മേഖലയിൽ ഒരു ജയത്തെ പ്രഖ്യാപിച്ചു തുടങ്ങുക. നിങ്ങളുടെ മേലുള്ള നന്മയെ നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകുക. അപ്പോൾ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ ചിലർ ചോദിക്കുന്നു, പാസ്റ്റർ പിന്നെ എന്താണ് ശത്രുവിനുള്ളത്? അവൻ ഒന്ന് മാത്രമാണുള്ളത്, അവൻ്റെ തന്ത്രത്തോട് നീ എതിർക്കാൻ തയ്യാറാകണം. ശത്രു അവൻ്റെ തന്ത്രങ്ങളിലാണ് എന്നെയും നിങ്ങളെയും വീഴ്ത്തുവാൻ നോക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിലേക്ക്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. 11-ാമത്തെ വാക്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. 12-ന്റെ ആദ്യമത്തെ വാക്യം കൂടെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഈ 2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വലിയ ആഴം നമുക്ക് മനസ്സിലായി. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്ന എതിരുകളുടെ നടുവിൽ നിങ്ങളെ ജയിപ്പിക്കുന്നത് കർത്താവിൻ്റെ ബലമാണ്. ആ ബലത്തിലൊന്ന് ശക്തിപ്പെടാൻ പറ്റുമെങ്കിൽ, അഭിഷേകത്തിലൊന്ന് ശക്തിപ്പെടാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായൊരു ജയം സംഭവിക്കാൻ പോവുകയാണ്. എന്നിട്ട് 11-ാമത്തെ വാക്യം പറയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഈ വചന സന്ദേശത്തിന്റെ ഏറ്റവും വലിയ ആഴം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ ശത്രുവിന് ആയുധവുമില്ല, അധികാരവുമില്ല, ജയവുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ മുതൽ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൽ നിന്ന് ബലപ്പെടാൻ തയ്യാറാക്കുക. അപ്പോൾ ശത്രുവിൻ്റെ തന്ത്രം എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വാസ്തവമായിട്ട് ഈ നടക്കുന്ന യുദ്ധങ്ങൾ നാം കാണുന്നുണ്ട്. പല രാജ്യങ്ങൾ, ഇറാനും ഇസ്രയേലും അല്ലെങ്കിൽ അമേരിക്ക, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആ യുദ്ധങ്ങളെക്കാൾ വലിയൊരു യുദ്ധമാണ് നിന്റെ മൈൻഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നോട് ശത്രു അനേക പ്രാവശ്യം പറയുന്നുണ്ട്, നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമോ, നിന്റെ കുടുംബജീവിതം തകരുമോ, നിന്നിൽ ഒത്തിരി ഡൗട്ടുകൾ കൊണ്ടുവന്ന് ശത്രു നിന്നെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം, കർത്താവേ, അങ്ങയുടെ അഭിഷേകത്താൽ എന്നെ ജയിപ്പിക്കാൻ പോകുന്നതിനായി നന്ദി. എൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി. ആത്മാവിൽ ഒന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അപ്പോൾ ശത്രുവിൻ്റെ തന്ത്രം നിങ്ങൾ നോക്കി. ഹല്ലേലൂയ. ദൈവം മനുഷ്യനാണ് ഭൂമിയെ കൊടുത്തത്. ഹല്ലേലൂയ. ഒരുമിച്ച് ആ വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഏദൻ പർദീസ അല്ലെങ്കിൽ ഭൂമിയെ ദൈവം മനുഷ്യനാണ് കൊടുത്തത്. പക്ഷേ മനുഷ്യനെ തൻ്റെ തന്ത്രത്താൽ ഈ ഭൂമിയിലെ അധികാരത്തിൽ നിന്ന്, നന്മയിൽ നിന്ന് ഇതാ സാത്താൻ പുറത്താക്കുന്നത് കാണാം. നമ്മൾ വാക്യത്തിൻ്റെ ആഴമൊന്ന് ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഭവനം, നിങ്ങൾ നിൽക്കുന്ന പട്ടണം നിങ്ങൾക്ക് അധികാരത്തോടെ ഇന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദൈവത്താൽ ഞാൻ അവിടെ മാനിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ഉയരുന്നത് ദൈവിക നന്മയാൽ, ദൈവിക വാഗ്ദത്തമാണ്. അതിനെ നിങ്ങൾ ക്ലെയിം ചെയ്യുവാൻ തയ്യാറാകണം. ഇതാ 115-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. വചനം ശ്രദ്ധിച്ചു നോക്കിയേ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഒന്നുകൂടെ 8-ാം സങ്കീർത്തനം അതിൻ്റെ 4, 5, 6 വാക്യങ്ങളൊന്നും നമുക്ക് വായിക്കാം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം. 5-ാമത്തെ വാക്യം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. 6-ാമത്തെ വാക്യം, നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപനാക്കി, സകലതും അവൻ്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. ഈ വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം മനുഷ്യനെയാണ് ഭൂമിയിലാക്കിയത്. അവൻ്റെ കൈകൾക്ക് മുഴുവൻ അധികാരിയാക്കി മനുഷ്യനെ ആക്കി. ഭൂമിയിൽ വാഴുക എന്നുള്ളതും ഭൂമിയിൽ വർദ്ധിക്കുക എന്നുള്ളതും മനുഷ്യൻ്റെ അവകാശമായിരുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, സാത്താൻ തൻ്റെ തന്ത്രങ്ങളാൽ അവൻ്റെ നന്മയിൽ നിന്ന് അല്ലെങ്കിൽ ഏദൻ പർദീസയിൽ നിന്ന് സാത്താൻ്റെ തന്ത്രങ്ങളെ കൊണ്ട് അവനിതാ ആദത്തെയും ഹവ്വായും ആദിമ മനുഷ്യനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ ഭാഗങ്ങൾ നമ്മളൊന്ന് ഒരുമിച്ച് ചിന്തിക്കുകയാണ്. അവൻ്റെ തന്ത്രത്തെ മനസ്സിലാക്കുക. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്ന ആ യുദ്ധത്തെ നിങ്ങൾ ജയിക്കാൻ തയ്യാറാകുക. അവൻ്റെ തന്ത്രങ്ങളെ ജയിക്കുക. നാം തിരിച്ചറിയാൻ പോവുകയാണ്. വേഗത്തിൽ നമ്മൾ ആ വാക്യത്തിലേക്ക് വരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശല്യമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
രണ്ടാമത്തെ വാക്യം, സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. മൂന്നാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാ പാമ്പ് കൗശല്യമറിയ എന്ന് പറയുന്ന തന്ത്രശാലിയാണ്. ഹവായോട് ചോദിക്കുകയാണ്, ഈ തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായും പറഞ്ഞിട്ടുണ്ടോ? ഉടനെ ഹൗവ പറയാണ്, എല്ലാം തിന്നാം, പക്ഷെ ഒരെണ്ണം തിന്നരുതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരെ, തന്ത്രശാലിയായ സാത്താൻ ഇതാ ഹവ്വായോട് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. എൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, എടി മണ്ടി, നിങ്ങളത് തിന്നരുതെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഹല്ലേലൂയ. നമ്മുടെ അയൽക്കാരോ ബന്ധുക്കാരോ നമ്മളെക്കാൾ ഉയരുന്ന ഒന്നൊരു തോന്നലുണ്ടായാൽ നമുക്കൊരു മത്സരബുദ്ധി വരുന്നത് കാണാൻ പറ്റും. ശത്രു നമ്മോട് പറയും, നിന്നെ എല്ലാവരും തെള്ളിക്കളയും, നിന്നെക്കാളും എല്ലാവരും വളരുകയാണ്. ഇത് അവന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ, അയൽക്കാരൊരു നല്ല വീട് വെച്ചാൽ, നല്ല കാറ് വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടിൽ അന്നേരം മുതൽ പ്രശ്നമുണ്ടാകും. നമുക്കതില്ലല്ലോ, അവർക്കതുണ്ടല്ലോ എന്നുള്ള തലത്തിൽ. ഇതേ നിലയിൽ നമ്മുടെ മൈൻഡ് യുദ്ധക്കളമായി തീരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ശത്രുവിന്റെ പമ്പരത്തെ നാം ജയിക്കാൻ തയ്യാറാകുക. ഇതിനകത്ത് നാലാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കുകയാണ്. നാലാമത്തെ വാക്യം, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ലെന്ന് നിശ്ചയം. അഞ്ചാമത്തെ വാക്യം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാ സാത്താൻ അവന്റെ തന്ത്രത്തിൽ പറയുകയാണ്, നിങ്ങളത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവുണ്ടാകും, അതോടൊപ്പം നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. ഹല്ലേലൂയ. വാസ്തവമായും തൻ്റെ ഛായയിൽ, തൻ്റെ സ്വരൂപത്തിലാണ് ഇതാ ആദിമ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്. പക്ഷേ അവൻ്റെ കണ്ണുകളെ മൂടുന്ന തന്ത്രത്താൽ ഹല്ലേലൂയ ഇതാ ആദമും ഹവ്വായും കളിപ്പിക്കപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ശത്രുവിന് ആയുധമില്ല, ശത്രുവിന് അധികാരമില്ല, അവന് തന്ത്രം മാത്രമാണുള്ളത്. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ഞാനും അധികാരികളാണ്. ഹല്ലേലൂയ. 2, എന്നെ കേൾക്കുന്നവരെ, നമുക്ക് പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മോട് പറയാണ്, സർവായുധ വർഗം എടുക്കണം ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിക്കാനായിട്ട്. 6 സർവായുധ വർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. രക്ഷ എന്ന ശിരസ്ത്രം, ഹല്ലേലൂയ വചനം എന്ന വാള്, സമാധാന സുവിശേഷം എന്ന ചെരുപ്പ്, നീതി എന്ന കവചം, സത്യത്തിന്റെ ബെൽറ്റിട്ട് അരമുറുക്കുക, ഹല്ലേലൂയ ഇതാ വിശ്വാസത്തിന്റെ പരിച. 6 സർവായുധ വർഗങ്ങളെ കുറിച്ച് വ്യക്തമായി പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുക, നിങ്ങൾ ആയുധമുള്ളവരാണ്. 1, ഞാനും നിങ്ങളും അധികാരമുള്ളവരാണ്. 2, ആയുധമുള്ളവരാണ്. 3, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നിങ്ങൾ ജയാളികളാണ്. നിങ്ങൾ ജയാളികളാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജയത്തെ ഞാനും നിങ്ങളും എങ്ങനെ സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ അറിയാം, എൻ്റെയും നിങ്ങളുടെയും ആയുധം എന്ന് പറയുന്നത് ജഡികങ്ങളല്ല. അറിയാം, പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഞാനും നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. ഞങ്ങളുടെ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഹല്ലേലൂയ. ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ സങ്കല്പങ്ങളെയും, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചാൽ അത് വലിയ കോട്ട പോലെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ശത്രു തന്ത്രങ്ങളാൽ ഞങ്ങളെ ബന്ധിക്കുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വെളിപ്പെട്ട അധികാരത്താൽ, നമുക്ക് വെളിപ്പെട്ട ആയുധത്താൽ ശത്രുവിൻ്റെ കോട്ടകൾ ഇടിക്കാൻ, നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നിരിച്ചിരിക്കുന്ന സങ്കല്പങ്ങളെ, ഏത് വിചാരത്തെയും ക്രിസ്തുവിൽ പിടിച്ചടക്കുവാൻ ഇന്ന് പകൽ ബലപ്പെടുന്നതിനായി പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ജയിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആയുധങ്ങൾ ജഡികമല്ല പ്രിയരെ. ദൈവവചനം എന്ന വാളിൽ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ഇപ്പോൾ മുതൽ ഉണർന്നുകൊണ്ട് ശത്രുവിനോട് എതിർക്കുവാൻ തയ്യാറാകുക. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ
ഞാൻ ആത്മാവിൽ ഇന്നത്തെ ഈ വചന സന്ദേശത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. തുടർന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ആത്മീയത്വത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും തൊടും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് സ്വീകരിച്ചോണം. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. എന്നെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാണ്, അധികാരം തിരിച്ചറിഞ്ഞുകൊണ്ട്, ആയുധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശത്രുവിനോട് എതിർക്കാത്തവന് ദൈവിക നന്മകളെ പ്രാപിക്കാൻ കഴിയത്തില്ല. ഞാനിത് വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയാണ്. നിങ്ങളുടെ അധികാരത്തിൽ, നിങ്ങളുടെ മേളിൽ പകർന്നിരിക്കുന്ന ദൈവിക ആയുധത്തിൽ ശത്രുവിനോട് എതിർത്ത് നിന്നുകൊണ്ട് ജയം പ്രാപിക്കാൻ തയ്യാറാക്കുക. ഇപ്പോൾ തന്നെ ചിലവർ ജയത്തിലേക്ക് നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പറയുക, ഞാൻ ദൈവ പൈതലാണ്, എൻ്റെ മേളിൽ ദൈവിക വിശ്വാസം നിൽക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്താൽ ഇന്ന് ചിലതിന് ജയിക്കാൻ പോവുകയാണ്. ആത്മാവിൽ അങ്ങനൊന്ന് ബലപ്പെട്ടുകൊണ്ട് ശത്രുവിനെ എതിർത്താൽ നിന്റെ ജീവിതം പരാജയമല്ല, ജയമായി തീരാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ബൈജു, ആളൂരാണ് വീട്. എന്നെ വെള്ളാഞ്ചിറ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ജോസ്പാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തണ്ടൽ വേദന വന്നു. തണ്ടലിന് വിലക്ക് പറ്റിയ 2 ആഴ്ച നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നു. പക്ഷേ പിന്നെ വീണ്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോൾ ജോസ്പാറിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ ജോസ്പാറിൻ്റെ അടുത്ത് പോയി. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ജോസ്പായിട്ട് പറഞ്ഞു, വെറുതെ ഒരു എണ്ണയിട്ട് ഒരു ഞരമ്പിൻ്റെ വിഷയമുള്ളൂ, ഒരു എണ്ണയിട്ടൊന്ന് കഴിഞ്ഞാൽ മതി, അത് പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് നമുക്കത് സുഖപ്പെട്ട് കിട്ടി. മറ്റ് ചികിത്സ ഇത് ഒന്നും സ്വീകരിക്കേണ്ടി വന്നില്ല. അതിനിടയ്ക്ക് തന്നെയാണ് ഒരാഴ്ച ഗുളിക തന്നെ കണ്ണിന് നീർക്കെട്ട് വന്നു, ഉറക്കക്കുറവുണ്ടോയെന്ന് പറഞ്ഞു. അത് അപ്പോഴും ജോസ്പാറിൻ്റെ അടുത്ത് പറഞ്ഞു സംസാരിക്കുക. അപ്പോൾ എൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആയുഷനിൽ പോയപ്പോൾ പറഞ്ഞു കണ്ണിന് നീർക്കെട്ടാണ്, ഉറക്കക്കുറവ് കൊണ്ട് സംഭവിച്ചതെന്നു. അപ്പോൾ കണ്ണിനും കാഴ്ച മാറി കിട്ടി, ലേസർ ചികിത്സയൊന്നും ചെയ്യേണ്ട വന്നില്ല. അപ്പോൾ അതിന് പ്രത്യേകം അദ്ദേഹത്തിന് നന്ദി പറയണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവർ ആത്മീയ തലത്തിൽ ജയം പ്രാപിക്കട്ടെ. ഇപ്പോൾ തന്നെ രോഗത്തിൽ നിന്ന്, ഇപ്പോൾ തന്നെ ആ അത്ഭുതമായ സൗഖ്യത്തിലേക്ക് ഇവർ കടന്നു വരട്ടെ. ഇവരുടെ മേളിൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ജയം ഇവരുടെ മേളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഇവരുടെ മേളിൽ അസാധാരണ സൗഖ്യം നടക്കട്ടെ. ഇവരുടെ മേളിൽ അത്ഭുതകരമായ ജോലിയുടെ വഴികൾ തുറക്കട്ടെ. കർത്താവെ, ഇവർ ജയാളികളായി ഇപ്പോൾ മുതൽ ആത്മീക അധികാരത്തിൽ ജയം പ്രാപിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ജയത്തെ ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേലേക്ക് റിലീസ് ചെയ്യുകയാണ്. സ്വർഗം അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. വലിയ ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഈ വചന വെളിപ്പാടുകൾ നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. റോയ് ഹെൻറി എന്ന് നിങ്ങൾ അറിയുക, യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കടന്നു വരുന്നതാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വിടുതലായെന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ നിങ്ങൾ വിളിക്കുവാൻ തയ്യാറാകുക. നമുക്ക് തൃശ്ശൂരിൽ, എറണാകുളത്ത്, അതേപോലെ തന്നെ കൊല്ലത്ത്, തിരുവനന്തപുരത്തൊക്കെ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഈ ദിവസങ്ങളിൽ നേരിട്ട് കാണുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.